ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും അതെന്താണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നതെന്ന്. ഇത് കണ്ടോ, ഞാനിന്ന് ആപ്പിൾ പറിക്കാൻ വന്നതാണ്. അത് വേറെ എവിടെയല്ല, എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ടും എൻ്റെ നെയ്ബറും ഞങ്ങൾ വർഷങ്ങളായിട്ട് അറിയുന്നതാണ്. എല്ലാ വർഷവും ഇവിടെ വന്ന് പറിക്കുന്നതാണ്. പക്ഷേ ഈ വർഷം ഞാൻ വീഡിയോ എടുക്കുന്നത് ആദ്യമായിട്ടായതുകൊണ്ട് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് ഓർത്തു. നമ്മുടെ നാട്ടിലൊക്കെ മാങ്ങയും ചക്കയൊക്കെ അല്ലേ നമ്മളിങ്ങനെ പറിക്കുന്നത്. ഇവിടെ യു കെയിലൊക്കെ ആപ്പിളിൻ്റെ സീസൺ ആകുമ്പം നമ്മളിങ്ങനെ അതുപോലെ മാങ്ങയൊക്കെ പറിക്കുന്ന പോലെ ആപ്പിളും ഇതുപോലെ പറിച്ചെടുക്കാവുന്നതാണ്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ വളരെ കൊതിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആപ്പിളൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ എൻ്റെ ഓർമ്മയിൽ കഴിക്കുന്നത് എൻ്റെ അമ്മയുടെ അനിയത്തി ബോംബെയിലുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ആപ്പിൾ കൊണ്ടു തന്ന് അങ്ങനെ ഒരു ഓർമ്മയാണ്. പിന്നെ ഞാൻ നേഴ്സിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാണ് ശരിക്കും പറഞ്ഞ ഒരു ആപ്പിൾ കഴിക്കുന്നത്. അത് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കഴിക്കുമ്പോൾ വളരെ അത്ഭുതത്തോടു കൂടിയാണ് ഞാനിത് കാണുന്നത്. ഇത്രയും ആപ്പിളുള്ള സ്ഥലങ്ങളാണെങ്കിൽ പോലും. അപ്പം നമുക്ക് പറിക്കാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ എനിക്ക് ആവശ്യത്തിനുള്ള കഴിക്കാനുള്ള ആപ്പിൾ ഞങ്ങൾ പറിച്ചെടുത്ത്. അതുപോലെ തന്നെ ഈ പ്രാവശ്യം ഇവർ പറയുന്നത് ഇതിന് ഇച്ചിരി കുത്തൽ കൂടുതലാണെന്ന്. കഴിഞ്ഞ പ്രാവശ്യമൊന്നും ഒരു കുത്തൊന്നും ഇല്ലായിരുന്നു. ഇവർക്ക് ഈ പ്രാവശ്യം നല്ല കെയർ എടുക്കാൻ പറ്റിയില്ല. ഇവർ സാധാരണ ഇതിന് ചെയ്യുന്നത് രാസവളങ്ങളൊന്നുമല്ല, നമ്മുടെ ഓർഗാനിക് വേസ്റ്റ്, കിച്ചൺ വേസ്റ്റുകളെല്ലാം ഡ്രമ്മിൽ ശേഖരിച്ച് വെച്ച് അതിട്ടാണ് ഇവർ നെക്സ്റ്റ് ഇയറിലേക്ക് വേണ്ടി സംഭരിച്ച് വെക്കും. എന്നിട്ട് ആ വളമാണ് ഇടുന്നത്. ഒരുപാട് പൊഴിഞ്ഞു പോവുകയൊക്കെ ചെയ്തു. എന്നാലും നിങ്ങൾക്ക് കാണാമല്ലോ, ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. നല്ല റെഡ് കളറാണ് ഈ കഴിക്കുന്ന ആപ്പിളിന്, മറ്റേത് ഗ്രീൻ കളറാണ്. അത് കാണിക്കാം. കണ്ടോ, അങ്ങ് പൊക്കത്തിൽ വരെയും കിടക്കുവാണ്. ഇപ്പം ഇതിനു മുമ്പ് നമ്മൾ പറിച്ചത് അത് നമ്മളുടെ കഴിക്കുന്ന ആപ്പിളാണ്. ഇത് കണ്ടോ, ഇത് ശരിക്കുമുള്ള ഗ്രീനാണ്. ഇത് നമ്മൾ കറിയാപ്പിൾ എന്നതിന് പറയുന്നത്. ഇത് നമുക്ക് അച്ചാറൊക്കെ ഇടാൻ, മാങ്ങ അച്ചാർ നാണിച്ചു പോയതുകൊണ്ട് അച്ചാറിട്ടാൽ അടുത്ത പാട്ട് ഞാൻ അച്ചാറിട്ട് കാണിക്കുന്നതായിരിക്കും. ഇപ്പം നമുക്കിത് പറിക്കാം. അതുപോലെ തന്നെ ആ ആപ്പിളിൻ്റെ പേര് നേരത്തെ കാണിച്ചില്ലേ, ആ കഴിക്കുന്ന ആപ്പിളിൻ്റെ പേര് ജോർജ് എന്നാണ്. ഇവരത് വാങ്ങിച്ചപ്പം ജെയിംസ് എന്നും ജോർജ് എന്നും ഒക്കെ ലേബലുണ്ടായിരുന്നു. അപ്പോൾ അതിനെ നമുക്ക് ജോർജ് ആപ്പിൾ എന്ന് വിളിക്കാം, ഇതിനെ നമുക്ക് ജെയിംസ് ആപ്പിൾ എന്ന് വിളിക്കാം. അപ്പോൾ രണ്ട് ആണുങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പറിച്ചെടുക്കാം. ഇത് നമുക്ക് അച്ചാറിടാൻ വേണ്ടിയാണ്. ഈ ആപ്പിളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഹൈറ്റില്ല, നമുക്ക് അത്യാവശ്യം പറിച്ചെടുക്കാവുന്ന രീതിയിലാണ് ഇത് കിടക്കുന്നത്. മറ്റേ കഴിക്കുന്ന ആപ്പിളാണ് ഭയങ്കര ഹൈറ്റിൽ പോയിട്ടുണ്ട്. ഇതും ഇനിയും പൊക്കം വെക്കുമായിരിക്കാം. അത് കണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ എനിക്ക് ആവശ്യത്തിനുള്ള അച്ചാറിടാനുള്ളതാണ് ഇപ്പോൾ ഈ പറിക്കുന്നത്. ഇതിപ്പം നമ്മളിപ്പം നന്നായിട്ടുണ്ടാകുമ്പോൾ ഇതെല്ലാം പറിച്ച് ഒത്തിരി കുത്തലൊന്നും ഇല്ലാത്ത സമയത്ത് പറിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏറെ അച്ചാറിട്ട് വെക്കാം. അത് ഒരു വർഷത്തോളം ഇരുന്നോളും. നമ്മുടെ മാങ്ങാച്ചാറ് പോലെ തന്നെയാണ് ഇതുണ്ടാക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞ വർഷവും അതിന് മുമ്പിലത്തെ വർഷവും എല്ലാം ഇവിടുന്ന് പറിച്ചുകൊണ്ട് പോയി ഒരുപാട് പിക്കിളിട്ടായിരുന്നു. അത് ഒരു കേടും കൂടത്തില്ല, നമ്മൾ നല്ലെണ്ണ ഉപയോഗിച്ച് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ. അപ്പോൾ കണ്ടോ, ഇത് ഞങ്ങൾ ഇഷ്ടം പോലെ പറിച്ചിട്ടുണ്ട്. അത് കണ്ടോ, എന്ത് ഭംഗി ഇത് കാണാനല്ലേ. രണ്ട് സൈഡിലായിട്ട് ഈ രണ്ട് തരം ആപ്പിളും വെച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.